ദി ന്യൂസ് ബ്ലാസ്റ്റിൽ വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓൺലൈൻ ടാക്സി സമരത്തിൽ സമവായം. സംസ്ഥാനത്ത് ഊബർ ഒഴികെയുള്ള ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം പിൻവലിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ഊബർ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. നിരക്ക് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ആരോപണം. നാളെ മുതൽ മറ്റ് ആപ്പുകൾ ഉപയോഗിച്ച് സർവീസ് തുടരും. ഊബറിനെതിരെ സമരം ശക്തമാക്കുമെന്ന് ഓൺലൈൻ ടാക്സി സംയുക്ത സമിതി അറിയിച്ചു. തിങ്കളാഴ്ച ഊബർ അധികൃതരുമായി വീണ്ടും ചർച്ച നടത്തും. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, അപ്പോൾ എങ്ങനെയാണ് തീരുമാനം? എന്താണ് സമവായം? ടാക്സി ഡ്രൈവർമാരുടെ ഒരു തീരുമാനം എന്താണ്? ഊബർ എന്തുകൊണ്ടാണ് സഹകരിക്കാതിരുന്നത്? സ്വാന്തന. ആഷിയാസ്, ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരം അത് ഭാഗികമായി തന്നെ പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വരും ദിവസം നാളെ മുതൽക്ക് തന്നെ ഈ ഊബർ ഒഴിച്ചുള്ള മറ്റെല്ലാ ഓൺലൈൻ ആപ്പുകളിലും പഴയപടി തന്നെ ഈ സേവനം ലഭ്യമാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഈ ഓൺലൈൻ ആപ്പുകളുടെ പ്രതിനിധികളുമായി ഡ്രൈവർമാരുടെ സംഘടന ചർച്ച നടത്തിയിരുന്നു. കേരള സവാരി, അതുപോലെ തന്നെ ഈ ഊബറും ഓലയും അടക്കമുള്ള എല്ലാ ആപ്പുകളിലെ മാനേജ്മെന്റുമായി ഇവർ സംസാരിച്ചിരുന്നു. അതിൽ ഈ ഊബർ മാത്രമാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഊബറുമായിട്ടുള്ള ഈ സമരം തുടരും എന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് ഇവരുടെ മിനിമം ഫെയർ അത് 200 രൂപയാക്കി നിജപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അത് കേരള സവാരി ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റ് ഓൺലൈൻ ആപ്പുകളിൽ അത് അങ്ങനെയല്ല. അപ്പോൾ അത് 200 രൂപ അവരുടെ മിനിമം ഫെയർ ആക്കി ഉയർത്തണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ അവരെ ഒരു ജീവനക്കാരായി അംഗീകരിക്കണം, തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ആവശ്യം. അതുപോലെ തന്നെ ഈ അനധികൃതമായിട്ടുള്ള പിരിച്ചുവിടൽ ഇത് അവസാനിപ്പിക്കണമെന്നത് അടക്കം ഏതാണ്ട് 11ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ മാസം 21-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ കടന്നിരുന്നത്. എന്തായാലും മറ്റ് ആപ്പുകളൊക്കെ തന്നെയും ഇന്ന് നടത്തിയ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ അംഗീകരിക്കാമെന്ന് മറ്റ് ആപ്പുകൾ, ഈ കേരള സവാരി ഉൾപ്പെടെ കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനം നൽകുന്ന ആപ്പാണ് കേരള സവാരി, അതുൾപ്പെടെയുള്ള ആപ്പുകൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഊബർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഊബറുമായി ബന്ധപ്പെട്ടുള്ള സമരം വരും ദിവസങ്ങളിലും അനിശ്ചിതകാലത്തേക്ക് തുടരും. എന്നാൽ മറ്റ് ആപ്പുകളിൽ നാളെ മുതൽക്ക് തന്നെ സാധാരണ നിലയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് സമാനമായ നിലയിൽ സേവനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന തിങ്കളാഴ്ച വീണ്ടും ഊബറുമായി ഒരു ചർച്ച കൂടി നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓൺലൈൻ ചർച്ചയാണ് നടത്തിയിരുന്നത്. എന്തായാലും വരുന്ന തിങ്കളാഴ്ച ഒരു നേരിട്ടുള്ള ഒരു ചർച്ച കൊച്ചിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏത് തരത്തിലാണ് ഊബറിന്റെ മാനേജ്മെന്റ് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒരു അനുകൂലമായ നിലപാടുണ്ടായില്ല എങ്കിൽ അനിശ്ചിതകാലത്തേക്ക് നിലവിലെ രീതിയിൽ തന്നെ സമരം തുടരും. മറ്റ് ആപ്പുകളിൽ സേവനം നൽകും. അതുപോലെ തന്നെ ഊബറിലെ സമരം അത് അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നുമാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടന എന്തായാലും അറിയിച്ചിരിക്കുന്നത്.